വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ തിരക്ക് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. റിപ്ലൈ കൊടുക്കലും സ്റ്റിച്ചിങ് ഒക്കെ കൂടിയിട്ട് അത് ഒരുമിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വരുന്നുണ്ട്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മെറ്റീരിയലുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ചെയ്യണമെന്ന് ഒന്നാമത്തെ കാര്യം കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കളറുകളുള്ളത്. ഇത് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത്തിരി ഡാർക്ക് കളറാണ്, നല്ല ഗ്രീനാണ്. ഇത് ഗ്രീൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല നീ ബ്ലാക്ക് ഇടായിരുന്നു കുറച്ച് നാളത്തേക്ക്, സാഗരേട്ടൻ്റെ അമ്മ. അപ്പോൾ ബ്ലാക്ക് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ല മുറൂൺ പോലത്തെ റെഡ് ഉണ്ട്. ഈ കളറുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു മോഡൽ വിഷു ആവാറായില്ലേ. അപ്പോൾ കുറേ പേരെ വിഷു സ്പെഷ്യൽ പട്ടുപാവാട കിഡ്സിൻ്റെ അയച്ചു തരുമെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ 2-3 മോഡൽസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് മോഡൽ അടിച്ചിടാൻ ടൈം കിട്ടിയിട്ടില്ല. ഉള്ള കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോണ കാരണം ഇപ്പോൾ കറൻ്റ് 2 സ്റ്റാഫ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു നിത എന്ന് പറഞ്ഞൊരു ചേച്ചി, പിന്നെ ശില്പ എന്ന് പറഞ്ഞ ചേച്ചി, 2 ചേച്ചിമാരാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡാക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സുകൾ ഓർഡർ വന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു മോഡൽ ഇടാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ സൺഡേ കിട്ടിയപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം മെഷീൻ രണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ മെഷീൻ ഇല്ല. എൻ്റെ മെഷീനും ഒരു ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്, പുതിയ മേടിച്ചത് ഒരു ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താ പറയുക മെഷീൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് സൺഡേ ആണല്ലോ, ഫ്രീ ആയിട്ടിരിക്കണ കാരണം ഞാൻ എന്തൊരു മോഡൽ അടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ഗ്രീനും മെറൂണും ഈ 2 കളറും നല്ലതായിട്ട് അങ്ങോട്ട് എന്താ പറയുക നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി, നല്ല കോമ്പിനേഷനുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെഡ് സ്കേർട്ട് ആക്കാം, ഈ ഒരു ഗ്രീന് ബ്ലൗസ് ആക്കാമെന്ന്. അപ്പം ഞാനൊരു 2 വയസ്സിൻ്റെ 2 വയസ്സിൻ്റെ സൈസിൽ ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നിവിടെ പീലി ഉണ്ട്, അപ്പോൾ തയ്ക്കണോണ്ട് കൂടാതെ നമുക്ക് പീലിക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒരു മോഡൽ അടിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കൂടി എടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ലൈനിങ്ങും ബാക്കിയുള്ള മെറ്റീരിയലുകളൊക്കെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നൂലും എടുക്കണം. അപ്പോൾ ഞാനത് ലൈനിങ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ലൈനിങ് നമ്മുടെ കയ്യിൽ സെയിം നോക്കിയപ്പോൾ സെയിം കളർ ഉണ്ടായിരുന്നില്ല, ഈ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ, ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൗസ് 10 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതേപോലെ തന്നെ ഷോൾഡർ 2 ഇഞ്ച്, കഴുത്തകല 2 ഇഞ്ച്, അതായത് മൊത്തം കഴുത്തകല 4 ഇഞ്ച്, അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് സൈസൊക്കെ വരുന്നത് 21 ഇഞ്ചാണ്, 21-20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം. അപ്പോൾ ഷേപ്പ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ബ്ലൗസും സ്കേർട്ടും തയ്ക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീനാണ് ബ്ലൗസ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽ ഇതവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അരിയത്തൂടെ കട്ട് ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ.
പിന്നെ നമ്മളിതേ മെഷീനിൽ നൂലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കിൻ്റെയാണ്. എൻ്റെ 2 മെഷീൻ ഉണ്ട് കേട്ടോ, ജാക്കും ബ്രൂസും. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ നിന്നല്ല വാങ്ങിയിട്ടുള്ളത്, ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. വർഗീസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ഇതിൽ പവർ മെഷീൻ ആയ കാരണം തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലാണ് കുറച്ചും കൂടി തയ്ക്കാനായിട്ട് എനിക്കിപ്പോൾ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നോർമൽ മെഷീനേക്കാളും. നമുക്ക് ഒരു 26 ഒരു പ്രൈസൊക്കെയാണ് ഇതിന് വരുന്നത് കേട്ടോ, മെഷീൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലൗസ് തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ഞാൻ പറയാം, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ. ഓരോരുത്തരുടേതായ എളുപ്പപ്പണിക്കനുസരിച്ചാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഇടാത്തത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ള കാരണമാണ്. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബാക്ക് എങ്ങനെയാക്കണമെന്ന് ഒരു കൺഫ്യൂഷനിലായിരുന്നു. ബാക്ക് ഓപ്പൺ ആയിരുന്നു ഞാൻ വിചാരിച്ചത്, വള്ളി വെക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് വേണ്ട, ഇപ്പോഴും ഇടയ്ക്കൊക്കെ അത് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ബാക്കിലാക്കാമെന്ന് വിചാരിച്ചു. ഒരു മഴത്തുള്ളി പോലെ ബാക്കിൽ റൗണ്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഉച്ചയ്ക്കായിരുന്നു ഞാൻ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അങ്ങനെ കുറച്ച് തിരക്കിൽ അങ്ങനെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തയ്ക്കുന്നത് ഈവനിങ്ങിലാണ് പിന്നെ ഞാൻ ബാക്കി തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൗസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സൈഡ് അറ്റാച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓവർലോക്ക് ചെയ്യാനും കൂടി ഉള്ളൂ കേട്ടോ, 2 സൈഡ്. പിന്നെ ഞാൻ ബാക്കിൽ 2 വള്ളി വെച്ച് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കെട്ടുന്ന രീതിയിൽ ബാക്കിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കെട്ട് വെച്ചത്. ഇപ്പോൾ ഹുക്കൊക്കെ അല്ലേ വയ്ക്കാറ്, അപ്പോൾ അതുകൊണ്ട് ടാസിൽസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പാവാട തയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പാവാടയുടെ കളറ് മെയിനായിട്ട് റെഡ് കളറാണ്. റെഡ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറൂൺ പോലത്തെ റെഡാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ച് ലൈറ്റായിട്ട് കാണുന്നുണ്ടാവും. ഇതൊരു ചില്ലി റെഡ് ഒന്നുമല്ല, മെറൂൺ പോലത്തെ ഒരു റെഡാണ്. അപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ സെയിം കളർ തന്നെ ഗ്രീൻ പാവാടയുടെ അടിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു, കര പോലെ. അപ്പോൾ സ്കേർട്ടും ബ്ലൗസും കാണാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു മാച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ റെഡിൻ്റെ താഴെ കുറച്ച് ഗ്രീൻ കളറ് കരയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഞെറികൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞെറി ഇട്ട് വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റെഡും ഗ്രീനും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഫൈനൽ ലുക്ക് എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഏകദേശം 100 ഇട്ട് കൊടുത്തിട്ടുണ്ട്, പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ലൈനിങ് കൂടിയും വെക്കണം കേട്ടോ. അപ്പോൾ സ്കേർട്ടിനും ബ്ലൗസിനും നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ സ്കേർട്ടിനുള്ള ലൈനിങ് കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അടിയിലൊന്ന് മടക്കി അടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മടക്കി അടിച്ച് കഴിഞ്ഞു. പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 സൈഡ് അടിച്ചു കൊടുക്കണം. പിന്നെ പാവാടയുടെ അരയുടെ ഭാഗത്ത് പട്ട വെച്ചിട്ടില്ല, അതും കൂടി വെച്ച് കൊടുക്കാണ്ട്, അതേപോലെ കെട്ടാനുള്ള വള്ളിയും കൂടി വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം പട്ടുപാവാട ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഹെയർ ബോയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ലാസ്റ്റ് ലുക്ക് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ പേലി കുളിച്ച് സുന്ദരമായിട്ട് വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പാവാട കുറച്ചും കൂടി കയറ്റിയിടാണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ കുറച്ച് ഇറക്കിയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാ പുറത്ത് വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ആരും ഇല്ലാണ്ട് സമ്മതിക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. അപ്പോൾ അമ്മാമ്മയും ഉണ്ണിയുടെ അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇതാ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സപ്പിലേക്ക് DM ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.